ഗ്ലോറിഫൈ ദ ഫാദർ ത്രൂ പ്രെയർ. പ്രാർത്ഥനയിലൂടെ പിതാവിന് മഹത്വം കൊടുക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 14:13 എടുക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് അത്ര കാര്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ എന്തോ വലിയ കാര്യം ചെയ്യാൻ സമയമായി. അതുകൊണ്ട് നമ്മളെ ഉറപ്പിച്ച് വിശ്വാസത്തോടുകൂടി വചനം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:13 ഇങ്ങനെയാണ്: നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. അതായത് വാട്ട് എവർ യു ആസ്ക് ഇൻ മൈ നെയിം ദിസ് he will do that the Father may be glorified in the Son. ഈ ഒരു വാക്യം വീണ്ടും ഒന്നും കൂടെ വായിക്കും. നമ്മൾ ശ്രദ്ധിച്ച് നോക്കണേ. യോഹന്നാൻ്റെ സുവിശേഷം 14:13. നിങ്ങൾ എൻ്റെ നാമത്തിൽ, അതായത് യേശുവിൻ്റെ നാമത്തിൽ, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് പുത്രൻ അത് ചെയ്തു തരും. അപ്പോൾ 4 പ്രാവശ്യം നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. 3 പ്രാവശ്യം യേശു ക്രിസ്തു തന്നെത്താനെ ടെസ്റ്റിഫൈ ചെയ്യാണ്. നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം. എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവിന് മഹത്വം കൊടുക്കാൻ വേണ്ടി ഞാനത് തീർച്ചയായിട്ടും ചെയ്തു തരുമെന്ന്. അപ്പോൾ ഏതൊരു പ്രാർത്ഥനയും, നമ്മൾ അയക്കുന്ന പ്രാർത്ഥന സ്വർഗമണ്ഡലത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ ജഡീക ശക്തി അല്ലെങ്കിൽ ജഡീക തലത്തിനെ മാറ്റിയിട്ട് പിതാവിന് മഹത്വം കൊടുക്കുന്ന ലെവലാക്കി കഴിയുമ്പോൾ പുത്രൻ അത് ചെയ്തു തരും. അപ്പം താമസം എന്തുകൊണ്ടാണ്? നമ്മൾ അയച്ചത് ജഡീക പ്രാർത്ഥനയാണ്. അതായത് എനിക്ക് 4 കാറ് വേണം, വലിയ വീട് വേണം, വേറെ 4 വീടും കൂടെ വേണം, വാടകയ്ക്ക് കൊടുക്കണം, പല കാര്യം നമ്മുടെ ആവശ്യങ്ങളാണ്. കുഞ്ചും കൂടെ കല്യാണം നടത്തണം, ഉടനെ മക്കളുണ്ടാകും, ഇതെല്ലാം നമ്മൾ ആവശ്യമുള്ളതെല്ലാം നമ്മൾ അയക്കുകയാണ്. പക്ഷെ ഏതൊരു പ്രാർത്ഥനയും സ്വർഗമണ്ഡലത്തിൽ ചെന്നിട്ട് അവിടെ ഒരു പ്യൂരിഫിക്കേഷൻ നടക്കുന്നുണ്ട്, ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സുണ്ട്. അതുകൊണ്ടാണ് ചില പ്രാർത്ഥനയ്ക്ക് ഒത്തിരി താമസം എടുക്കും ഉത്തരം കിട്ടാൻ. പക്ഷേ താമസിച്ച് കിട്ടുന്ന പ്രാർത്ഥനയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കണേ, അതിൻ്റെ റിവാർഡ് ചെറുതൊന്നുമല്ല. അതിന് എക്സാമ്പിള് നമ്മൾ ഹന്നായുടെ സ്റ്റോറി നോക്കുമ്പോൾ, പെനീനായും ഹന്നായും, എൽക്കന്നായുടെ 2 ഭാര്യമാരാണ്. പെനീനായ്ക്ക് മക്കളുണ്ട്, പക്ഷെ പെനീന ഹന്നായി എപ്പോഴും അങ്ങ് നീരസപ്പെടുത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അവരങ്ങ് കരച്ചിലാണ്. ദൈവാലയത്തിൽ യെരുശലേമിൽ പോകുമ്പോഴും ഇവർ കരച്ചിൽ. അങ്ങനെ ഒരു പ്രാവശ്യം കരയുമ്പോഴാണ് ഇവരുടെ കരച്ചിലിൻ്റെ സങ്കടം രാവിലെ ചെന്ന് ആലയത്തിൽ പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോൾ ഏലി പ്രവാചകൻ കടന്നു വന്നിച്ചു, എന്താണ് രാവിലെ വീഞ്ഞു കുടിച്ചിട്ട് വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാൻ ഒരു പാവം പിടിച്ച സ്ത്രീയാണ്, എന്നോട് അങ്ങനെ തോന്നരുത് എന്ന് ദുഃഖം വരും, എൻ്റെ സങ്കടം ഞാൻ പോർ ഔട്ട് ചെയ്യുകയാണ്. ഉടനെ ഏലി പ്രവാചകൻ പറഞ്ഞു, നീ എന്താഗ്രഹിക്കുന്നോ അത് സാധിച്ചിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഹന്നായുടെ മുഖം വാടിയിട്ടില്ല. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ ഇതുവരെ കയറിയിട്ടില്ല. കർത്താവ് ഒരു പ്രാർത്ഥന നമ്മൾ അയച്ചത്, ദൈവത്തിൻ്റെ ഒരു ദൂത് നമുക്ക് ദൈവം തരുന്നുണ്ട്. ഇത് വെയിറ്റ് ചെയ്ത് ശ്രദ്ധിക്കണേ. ഇത് ദൈവത്തിൻ്റെ ദൂത് ദൈവം നമുക്ക് തരുന്നുണ്ടെന്നുള്ള ഉത്തരം തരുന്നുണ്ടെന്ന് നിശ്ചയമാണ്. കേൾക്കാത്തതിൻ്റെ കുഴപ്പമാണ് നമുക്കുള്ളത്. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ ആരെ കൊണ്ടേലും പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അവരൊരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരം തരാതിരിക്കാനൊക്കത്തില്ല. കാരണം ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്. പക്ഷെ നമ്മൾ അതിൽ വിശ്വസിക്കാതെ പിന്നെ വേറൊരാളെ ആലോചനയ്ക്ക് പോകും. അതും വിശ്വസിക്കാൻ നമ്മൾ ഇങ്ങനെ പലയിടത്ത് പോയി ആദ്യം പറഞ്ഞതും മറന്നു, രണ്ടാമത് പറഞ്ഞതും മറന്നു, എല്ലാം മറന്നു, അവസാനം കലക്കമാക്കി. ഇതാണ് പ്രാർത്ഥനയിൽ വരുന്ന ഏറ്റവും വലിയൊരു തടസ്സം. നമ്മൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട്, കർത്താവേ നിന്നിൽ നിന്നൊരു വാക്ക് കിട്ടുന്നിടം വരെ, നിന്നിൽ നിന്നൊരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹന്നായിക്കുണ്ടായതുപോലെ പിന്നെ എൻ്റെ മുഖം വാടരുത്. പിന്നെ എൻ്റെ മുഖം വാടുന്നെങ്കിൽ പറഞ്ഞ ദൈവത്തിന് വിശ്വസ്തത കുറയുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് പറഞ്ഞ ആളിൻ്റെ ബലത്തെ കുറയ്ക്കുന്നു.
അതെങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിക്കുന്നത്? ഇപ്പോൾ നമുക്ക് ഒരാൾക്ക് 50,000 രൂപയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 1,00,000 രൂപ. അപ്പോൾ നമ്മൾ പറയാം വിഷമിക്കേണ്ട, 10-ാം തീയതി ആകുമ്പോൾ ഞാനത് തരാം, എവിടുന്നേലും ഉണ്ടാക്കി വെക്കാം എന്ന് നമ്മൾ പറഞ്ഞെന്നിരിക്കട്ടെ. അത് നമ്മൾ 10-ാം തീയതിക്ക് വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ 8-ാം തീയതി ആകുമ്പോൾ അവർ വേറെ ചെന്നിട്ട് അവിടുന്ന് അയാൾ പറഞ്ഞ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് പറയുമോ നിങ്ങളിനിയും വെക്കണ്ട, വേറൊരാൾ തരാമെന്ന് പറഞ്ഞു. 10-ാം തീയതി ആകുമ്പം ആ മനുഷ്യൻ കൊടുത്തില്ല, ഈ ഒന്നാം പറഞ്ഞ ആൾ സ്വരൂപിച്ച് വെച്ചിരുന്ന കാശ് വേറെ ആർക്കണ്ട് കൊടുത്തു കൊടുക്കുകയും ചെയ്തു. എന്ത് സംഭവിച്ചു? ഉത്തരം കിട്ടിയില്ല. ഇതാണ് നമ്മൾ പ്രാർത്ഥനയിൽ ചെയ്യുന്നത്. ദൈവത്തോട് നമ്മൾ പറഞ്ഞേച്ച് നമ്മൾ അവിടെ ഇവിടെ മാറി നടന്നാൽ ദൈവം തമ്പുരാൻ ഉത്തരം തരുന്നത് പലപ്പോഴും വേറെ വല്ലവരും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വായുമണ്ഡലത്തിൽ ആകാശത്തിൽ നിന്ന് അയക്കുന്ന പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ നമ്മുടെ കയ്യിൽ വരാത്തതിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അയച്ചപ്പോൾ നമ്മളവിടെ വാങ്ങിക്കാനില്ലായിരുന്നു. കോടതിയിലൊക്കെ നമ്മുടെ കേസുകൾക്ക് വിധി എഴുതുമ്പോൾ, അല്ലെ കോർട്ടിൽ നമ്മുടെ റോൾ കോൾ എന്ന് പറയും, അതായത് നമ്മൾ കേസുകൾ ഓരോ ദിവസം എടുക്കുന്ന ഏതാണെന്ന് തീരുമാനിക്കുന്നതിന് എല്ലാവരെയും വിളിച്ചു കൂട്ടുമല്ലോ ആദ്യത്തെ ഒരു ഭാഗം. അന്നേരം നമ്മൾ വക്കീലന്മാർ ആ കേസ് റെപ്രസെൻ്റ് ചെയ്യുന്നവരില്ലെങ്കിൽ ആ കേസ് തള്ളിപ്പോവും. ആരെങ്കിലും ഒരാൾ റെപ്രസെൻ്റ് ചെയ്യണം. പിന്നെ രണ്ടാമത് വീണ്ടും കൊണ്ടുവരുന്ന എത്ര പ്രോസസ്സാണെന്നറിയാം. അത് തന്നെയാണ് പ്രാർത്ഥനയിൽ കാണുന്നത്. അപ്പം ദൈവം പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ, കർത്താൻ നിർബന്ധമുള്ളൊരു വാക്യമാണ്, എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നൊക്കെയും ഞാൻ എന്തിനു വേണ്ടി ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടത്. അതായത് പിതാവിന് മഹത്വം കൊടുക്കണം. അത് പുത്രൻ പറഞ്ഞതുകൊണ്ടാണ് നടന്നതെന്നും അറിയണം. രണ്ട് കാര്യം നടക്കണം. പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാനത് ചെയ്തു തരും, ഞാൻ സീൽ ചെയ്ത് തരുമെന്ന് അധികാരിയായ ദൈവം തമ്പുരാൻ തന്നെയാണിത് പറയുന്നത്. അത് പറഞ്ഞിട്ട് നമുക്ക് തലേ കയറുന്നില്ല എങ്കിൽ കർത്താവ് ചിലപ്പോൾ പറയുന്നില്ല, അയ്യോ എൻ്റെ ജനത്തിൻ്റെ കൂട്ട് ബുദ്ധിയില്ലാത്തവരാരുണ്ടെന്ന്. ഭാഷാൻ കൂറ്റങ്ങളെ എന്ന് ചിലപ്പോൾ നമ്മളെ വിളിക്കാറുണ്ട്, ബുദ്ധിയില്ലാത്ത കന്യന്മാരെ. പിന്നെ കർത്താവിൻ്റെ പ്രാർത്ഥനാ സ്വഭാവത്തെ നമ്മൾ കണ്ടുപഠിക്കണം. കർത്താവ് പറയുന്നത് യേശുക്രിസ്തു, ഏറ്റവും വലിയ യേശുക്രിസ്തുവിൻ്റെ ആഗ്രഹം, ഹി ഇൻറ്റൻസ് ടു ക്രിയേറ്റ് എ പ്രേയിങ് പീപ്പിൾ. പ്രാർത്ഥനാ വരമുള്ള ആളുകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞില്ലേ, പ്രാർത്ഥന നമ്മൾ ശ്വാസം എടുക്കുന്ന പോലെ നമ്മൾ ദൈവവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കണം. അതൊരു പ്രാർത്ഥനയാണ്, അത് ഒരിക്കലും മുറിയരുത്. അപ്പം നമ്മളൊരു പ്രേയിങ് പീപ്പിളാണ്. കാരണം ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, നമുക്ക് ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് വിളിക്കുകയാണെങ്കിൽ ആദ്യം നടന്ന കാര്യം എല്ലാം വിളിച്ച് പറയില്ലേ, അതുപോലെ തന്നെ ദൈവത്തോട് പറയാൻ പഠിക്കണം. ഈ ചുമ്മാതെ ആവശ്യം മാത്രം ചേർന്ന് ആവലാതിയും കൊണ്ട് ചെല്ലുന്ന പ്രാർത്ഥനയൊന്ന് നിർത്താമോ? ദൈവം പറയുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥനാ സ്വഭാവം നമ്മൾ കണ്ടുപഠിക്കണം. ഹി വാസ് എ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്, അറ്റ് ദ സെയിം ടൈം ഹി വാസ് 100% ഗോഡ്. ദൈവവും മനുഷ്യനുമായിട്ട് 100% ജീവിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താ? മർക്കോസിൻ്റെ സുവിശേഷം 1:35-36 ആകുമ്പോഴത്തേക്ക്, ഇംഗ്ലീഷിൽ 36 മലയാളത്തിൽ 35. അതിരാവിലെ കർത്താവ് എഴുന്നേറ്റ് പോയിട്ട് തന്നെത്താനെ ഒരു സ്ഥലത്തിരുന്ന് ദൈവപിതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മത്തായിയുടെ സുവിശേഷം 14:23 പറയുന്നത്, അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരം ആയപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? മത്തായിയുടെ സുവിശേഷം 14:23 വൈകുന്നേരം ആയപ്പോൾ മലയിൽ തന്നെ അവൻ ഇരുന്നു എന്ന്. അവിടുന്ന് മാറിയിട്ടില്ല, രാത്രി മുഴുവൻ അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. എത്ര പേർക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒക്കും? തനിയെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് 2 പേര് പ്രാർത്ഥിക്കുന്നതിലും പാടാണ്. ഒരാൾ തന്നെ നമുക്ക് ശ്രദ്ധ മാറാതെ ദൈവത്തോട്, ദൈവവും പിതാവുമായിട്ടുള്ള സ്നേഹബന്ധമാണ് അത്. അതായത് ഒരു സ്ത്രീയും പുരുഷനും കൂടെ വിവാഹത്തിന് മുൻപ് സംസാരിക്കാൻ തുടങ്ങിയാൽ തീരൂല, ഫോണിനടുത്ത് നിർത്താൻ നേരമില്ല, അതുപോലെ വർത്തമാനമാണ്. അത് കഴിയുമ്പോൾ പിന്നെ അവർ മിണ്ടത്തുമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആപ്പാടെ പ്രശ്നമായി, 2 പേരും ഡിവോഴ്സും ആകും. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ ആദ്യത്തെ എക്സൈറ്റ്മെൻ്റ് എല്ലാം അങ്ങ് മാറിപ്പോകുന്നു. അങ്ങനെയാണോ ആദ്യ സ്നേഹം ക്രിസ്തുവിനോടുള്ളത് പോയെങ്കിൽ ഒറ്റമൂലിയായിട്ട് ചെയ്യേണ്ടത്, ദൈവമേ നിൻ്റെ ആദ്യ സ്നേഹം എന്നിൽ ഇട്ട് തരണമേ ഒന്ന് ചോദിക്കുക. 2, നിൻ്റെ ആദ്യ സ്നേഹം നമ്മുടെ മക്കളിലും നമ്മളിലും ഭർത്താക്കന്മാരിലും മാറിപ്പോകാതെ ഇടാൻ എങ്ങനെ അത് പ്രവർത്തിക്കാൻ എന്നെ പ്രാർത്ഥിപ്പിക്കണമേ. ചോദിക്കാതെ കിട്ടത്തില്ല ഈ വിഷയം, ചോദിക്കുക തന്നെ വേണം. ആസ്ക്, ജസ്റ്റ് ആസ്ക്. കർത്താവേ നിൻ്റെ ആദ്യ സ്നേഹം എന്നിൽ നിറയ്ക്കണമേ. അതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 6:12 പറയുന്നത്, ജീസസ് സ്പെൻഡ് ദ ഹോൾ നൈറ്റ് ഇൻ പ്രയർ. രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേ
സത്യം പറഞ്ഞാൽ നമ്മൾ എവിടം വരെ ആയിട്ട് കമ്പയർഡ് ടു ഗോഡ് ജീസസ് എത്രമാത്രം പ്രാർത്ഥനയിൽ നമ്മുടെ തീഷ്ണതയുണ്ട്. ഒത്തിരി പ്രാർത്ഥിക്കുന്നവരെക്കുറിച്ച് പലപ്പോഴും നമ്മൾ അഴുക്കായിട്ട് പോലും ചിന്തിക്കുന്നത്, അവർക്ക് വേറെ ജോലിയില്ലെന്ന്. അല്ല, യേശു അതാണ് ചെയ്തത്. നമ്മൾ യേശുവിൻ്റെ ഫോളോവേഴ്സ് ആണെന്നല്ലേ പറയുന്നത്. ലൂക്കോസിൻ്റെ 22:41 ആ ഭാഗം വായിക്കാൻ നല്ലതാണ്. ഇത് നമ്മളോട് ദൈവം ഇങ്ങനെ കൂടെ നിന്നങ്ങനെ പഠിപ്പിക്കാൻ. 22:41 ഇങ്ങനെ പറയുന്നു, താൻ അവരെ വിട്ട് ഒരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പ് ഗെത്സമന തോട്ടത്തിലാണ്. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇപ്പം നമുക്കൊരു ചോദ്യമല്ലേ, അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 22:41-42 പിന്നെയും വരാൻ പോകുന്ന ദിവസം ക്രൂശുമരണം ഏറ്റെടുക്കുന്നതിന് മുൻപ് രാത്രി മുഴുവനും പിതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. അപ്പം ക്രൂശുമരണം ഏറ്റെടുക്കുന്ന പിറ്റേ ദിവസത്തിന് മുൻപേ രാത്രിയിൽ ഒരു തീരുമാനമെടുക്കുന്നതായിരുന്നു ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യം. പിന്നെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടില്ല, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് ഒരു തീരുമാനം മനസ്സുകൊണ്ട് എടുത്താൽ എന്നതാണെങ്കിലും നമ്മളത് ചെയ്തെടുക്കും. അത് തീരുമാനിക്കുന്നതിലാണ്. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം ഞാൻ ചെയ്യണമെന്നോ മനസ്സുകൊണ്ട് ഉറച്ചോ പിന്നൊരു പോക്കാണ്, ഇടതും വലതും. അത് പലപ്പോഴും ആത്മീയ ഗോളത്തിലല്ലാത്തപ്പോൾ അത് ആപത്തായിട്ട് നീർന്നിട്ടുമുണ്ട്. പക്ഷേ ആത്മീയ ഗോളത്തിൽ വന്നു കഴിഞ്ഞ് ഒരു കാര്യം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കാൻ തീഷ്ണമായ പ്രാർത്ഥന ദൈവം ഇട്ടുതരണം. നമുക്ക് സ്വയമേ ഉണ്ടാകത്തില്ല. ആ തീഷ്ണമായ പ്രാർത്ഥന ചില സന്ദർഭങ്ങൾ നമുക്ക് വരും. നമുക്കറിയാം, പ്രാർത്ഥിക്കുമ്പോൾ അതിങ്ങനെ കടന്നു വരും ആത്മശക്തിയോട്. അതല്ല എങ്കിൽ അതേ കൃപയുള്ള ഒരാളെ കൊണ്ടുതരും നമ്മുടെ കൂടിരുന്ന് പ്രാർത്ഥിക്കാൻ. അത് നമുക്ക് തന്നെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എങ്കിൽ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം. ദൈവത്തിന് നിർബന്ധമുള്ള കാര്യമാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ, എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തുതരും. മലയാളത്തിൽ 4 പ്രാവശ്യമുണ്ട് ഞാനെന്നുള്ള യേശു എന്നുള്ള ഭാഗം. എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. 4 പ്രാവശ്യം യേശുക്രിസ്തു തന്നെത്താൻ റീഅഫേം ചെയ്ത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? അവിടെ ഇവിടെയും പോകരുതെന്നല്ലേ ദൈവം ഉദ്ദേശിക്കുന്നത്. ഇത് കൂടുതൽ എങ്ങനെയാണ് യേശു പറയേണ്ടത്? എനിക്കറിഞ്ഞോട് ഞാൻ ചിലപ്പോൾ യേശുവിൻ്റെ അടുത്ത് ചോദിക്കും, ഇത് കൂടുതൽ എങ്ങനെയാണ് യേശു പറയേണ്ടത്? എന്നിട്ട് എന്താ നമുക്കിത് അനുസരിക്കാൻ ഒക്കാതെ പോകുന്നത്? ആദ്യ സ്നേഹം മാറിപ്പോകല്ലേ, ആദ്യ സ്നേഹം. അപ്പോൾ ഞാൻ ഇതിന് സിമിലാരിറ്റി എടുക്കുന്നത്, ഭർത്താവ് ജീവനോടിരുന്ന് കഴിവോടെ നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഭർത്താവ് കൂടെയുണ്ട്. ഭർത്താവ് നിൽക്കുമ്പോൾ വേറെ 4 പുരുഷന്മാരുടെ അടുക്കൽ ചെന്ന് കാര്യം പറഞ്ഞാൽ കാര്യം നടക്കുമോ? അവർ ചെയ്തെങ്കിൽ അവർ വിഡ്ഢികളുമാണ്. കാരണം ഇവിടെ ഭർത്താവ് ഇരിപ്പുണ്ട്. ഭർത്താവിന് കഴിവുണ്ട്, ചെയ്യാൻ പ്രാപ്തിയുള്ള വ്യക്തിയാണെങ്കിൽ അവർ പറയും, നിങ്ങളുടെ ഭർത്താവിനോട് തന്നെ ചെന്ന് ചോദിക്കുക എന്ന് പറയുന്നതല്ലേ കറക്റ്റ്. അതെത്ര ഈസി ആയിട്ട് മനസ്സിലാക്കാം. അതുപോലെയല്ലേ നമ്മൾ യേശുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. പിതാവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ പുത്രൻ്റെ വഴിയാണ് നമുക്ക് തന്നത്. ലോകത്തിൽ മനുഷ്യന് പിതാവിനെ, സത്യദൈവമാകുന്ന പിതാവിനെ അടുത്തറിയാൻ പുത്രൻ എന്ന വഴി, അത് യേശുക്രിസ്തു വഴി വെട്ടി തുറന്നു വെച്ചിട്ട് യേശു തന്നെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിനെ കാണുന്നില്ല. പീരിയഡ്. അതുമാത്രം വിശ്വസിക്കാം. നമുക്ക് നമ്മുടെ ആത്മാവ് സംസാരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് കർത്താവേ. പക്ഷെ ഞങ്ങളുടെ അന്തരാത്മാവ് ഉറങ്ങിക്കിടക്കുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും, എന്തുകൊണ്ടാണ് ഇത് തലയ്ക്കകത്തോട്ട് ശരിയായിട്ട് കയറാത്തതെന്ന്. എവിടെയാണ് എൻ്റെ തടസ്സമെന്ന് ഞങ്ങളുടെ ചേട്ടൻ തന്നെയാണ്. വല്ലവരെയും ഒന്നും ഞങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളിലൊരു രൂപാന്തരം വരണം. യാക്കോബ് യാബോക്ക് എന്ന കടവിൽ വെച്ച്
ദൈവവുമായിട്ട് മൽപ്പിടുത്തം ചെയ്ത് യാക്കോബ് എന്ന പേര് മാറ്റി ദൈവത്തിൻ്റെ പ്രഭു എന്ന് ഇസ്രായേൽ എന്ന പേരെടുക്കുന്നത് പോലെ ഞങ്ങൾക്കും ദിനം പ്രതി ഒരു യുദ്ധമുണ്ട്. ഈ യുദ്ധത്തിൽ പലപ്പോഴും ഞങ്ങൾ തോറ്റുപോകുന്നു. ഞങ്ങൾ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. ക്ഷമ ചോദിക്കുമ്പോൾ അപ്പച്ചൻ ഓടി വരുന്നുണ്ട് തന്നെയല്ല ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കഴിഞ്ഞതിലും തെറ്റുപറ്റിയെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ഹൃദയം നിന്നിൽ ഏകാഗ്രചിത്തരാക്കാൻ, നിന്നോടുള്ള ആദ്യ സ്നേഹം മാറിപ്പോകാൻ ഇട്ടയാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വരുന്നു. അതിനാദ്യ സ്നേഹം ഞങ്ങളിലേക്ക് ഇട്ടുതരാൻ, അല്പസമയം നിൻ്റെ അടുക്കൽ വന്നിരുന്ന് ദൈവത്തെക്കുറിച്ച് ചിന്തിപ്പാൻ, പുത്രൻ്റെ ആ വിശുദ്ധ സ്നേഹം ഞങ്ങളിലേക്ക് പകർന്ന് ഞങ്ങളിൽ നിന്ന് അത് ചുറ്റുപാടിലേക്ക് പകരാൻ എത്ര നാളിനി എടുക്കും കർത്താവേ? അത് പടരട്ടെ, യേശുവിൻ നാമത്തിൽ അത് പടരട്ടെ. കേൾക്കുന്ന ഓരോ ഭവനങ്ങളിൽ ഈ വിശുദ്ധ സ്നേഹം, ഇറ്റ് ഈസ് കണ്ടേജിയസ്, സ്പ്രെഡ് ഔട്ട്. അത് ആ വെളിച്ചം ഇരുട്ടിൽ പ്രകാശിക്കട്ടെ. ആ വെളിച്ചം വന്ന് കൊള്ളുമ്പോൾ അത് ജീവനായി മാറും. ആ ജീവൻ്റെ മുമ്പിൽ മരണം നിൽക്കത്തില്ല. ആ ജീവൻ്റെ മുമ്പിൽ ഇരുട്ട് നിൽക്കത്തില്ലല്ലോ കർത്താവേ. നിൻ്റെ മഹാവെളിച്ചം ഞങ്ങളുടെ മുമ്പിലേക്ക് അയച്ചു തരുന്നതിന് സ്തോത്രം. നിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല. എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തത്തെ ഉറച്ച് വിശ്വസിച്ച് ഞങ്ങളുടെ ഭാരങ്ങൾ നിൻ്റെ കാൽപ്പാത്തി വെച്ചിട്ട് ഇന്ന് ദിവസം സന്തോഷിക്കാൻ പഠിപ്പിക്കും. അതിനത് ചെയ്യുന്നതിനാൽ സ്തോത്രം. ആദ്യ സ്നേഹം തിരിച്ചു തരുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.